ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ദേശീയ പതാക നിയമത്തിൽ ഭേദഗതി വരുത്തിയ 2025 ഡിക്രി ലോ നമ്പർ 73 ഇന്ന് ഔദ്യോഗികമായി പ്രാബല്യത്തിലായി. പുതിയ നിയമപ്രകാരം ആഭ്യന്തരമന്ത്രിയുടെ മുൻ അനുമതിയില്ലാതെ രാജ്യത്ത് വിദേശ പതാകകൾ പ്രദർശിപ്പിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽയോമിൽ പ്രസിദ്ധീകരിച്ച ഭേദഗതി അനുസരിച്ച് സാധാരണ ദിവസങ്ങളിലോ ആഘോഷങ്ങളിലോ വിദേശ രാജ്യങ്ങളുടെ ദേശീയ ദിനങ്ങളിലോ കുവൈറ്റിൽ വിദേശ പതാക ഉയർത്തുന്നത് നിരോധിച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയുടെ മുൻ അനുമതി ലഭിക്കാത്ത പക്ഷം ഇത് ശിക്ഷാർഹമായ കുറ്റമായി കണക്കാക്കും. മതപരമോ ഗോത്രപരമോ ആയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. സ്പോർട്സ് ക്ലബ്ബുകളുടെ ചിഹ്നങ്ങൾ ഒഴികെ മതം, സാമൂഹിക ഗോത്ര സംഘടനകളുടെ പതാകകളോ ചിഹ്നങ്ങളോ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാൻ അനുവാദമില്ല. അതേസമയം കുവൈറ്റിൽ നടക്കുന്ന ഇന്റർനാഷണൽ റീജിയണൽ സ്പോർട്സ് ടൂർണമെന്റുകളിൽ വിദേശ പതാകകൾ പ്രദർശിപ്പിക്കാം. നിയമം ലംഘിക്കുന്നവർക്ക് 3 മാസത്തെ ജയിലോ 100 മുതൽ 1000 ദിനാർ വരെ പിഴയോ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഭേദഗതി. അതോടൊപ്പം സ്വകാര്യ കെട്ടിടങ്ങളിൽ പതാക തുടർച്ചയായി പ്രദർശിപ്പിക്കൽ, വാണിജ്യ ആവശ്യത്തിനായി പതാക ഉപയോഗിക്കൽ, തകർന്നതോ അപമാനകരമോ ആയ പതാക ഉയർത്തൽ എന്നിവയ്ക്ക് 1 വർഷം വരെ ജയിൽ അല്ലെങ്കിൽ 300 മുതൽ 2000 ദിനാർ വരെയാണ് പിഴ. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ നിയമം പ്രാബല്യത്തിലായി. ദേശീയ പ്രതീകങ്ങളുടെ പവിത്രത ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി. ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയ കുവൈറ്റി തീർത്ഥാടകരുടെ ആദ്യ ഗ്രൂപ്പ് ഞായറാഴ്ച ഉച്ചയ്ക്ക് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1-ലെത്തി. ഈ വർഷത്തെ ഹജ്ജ് വിജയകരവും ശ്രദ്ധാപൂർവവും ക്രമീകരിച്ചതുമായിരുന്നുവെന്ന് തീർത്ഥാടകർ പറഞ്ഞു. കുവൈറ്റിൽ തിരിച്ചെത്തിയ തീർത്ഥാടകർ സൗദി അധികൃതരുടെ തയ്യാറെടുപ്പുകളെയും പുണ്യസ്ഥലങ്ങളിൽ എമർജൻസി സേവനങ്ങൾക്കായി വിന്യസിച്ച ടീമുകളെയും പ്രശംസിച്ചു. കുവൈറ്റി ഹജ്ജ് മിഷൻ തീർത്ഥാടകർക്ക് എല്ലാ ഘട്ടങ്ങളിലും പിന്തുണ നൽകിയതായി അവർ പറഞ്ഞു. ദൈവത്തിനും സൗദി അധികൃതർക്കും നന്ദി. കുവൈറ്റ് ഹജ്ജ് മിഷനും തീർത്ഥാടകർ നന്ദി പറഞ്ഞു. ഇതുവരെയുള്ളതിൽ ഏറ്റവും മികച്ച ഹജ്ജ് അനുഭവമായിരുന്നു ഇത്തവണത്തേതെന്ന് സാൽമിയയിലെ സൈൻ അൽ ആബിദീൻ പള്ളിയിലെ ഇമാം അബു അൽ ഖാസിം അൽ ദിബാജി പറഞ്ഞു. സൗദിയുടെ സേവനങ്ങൾ, ഹജ്ജ് സമയത്തെ എമർജൻസി സേവനങ്ങൾ, ട്രാഫിക് മാനേജ്മെന്റ്, മെഡിക്കൽ സപ്പോർട്ട് എന്നിവ മികച്ച തലത്തിലായിരുന്നുവെന്നാണ് പൊതുവിലയിരുത്തൽ. വരുന്ന മണിക്കൂറുകളിൽ തീർത്ഥാടകരുമായുള്ള കൂടുതൽ മടക്കയാത്രാ വിമാനങ്ങൾ എത്തിച്ചേരും. ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ. പൊതുമരാമത്ത് മന്ത്രി ഡോക്ടർ നൂറ അൽ മഷാൻ 4th റിംഗ് റോഡ് പ്രൊജക്ട് സൈറ്റ് സന്ദർശിച്ചു. നവീകരണ പ്രവൃത്തികളുടെ പുരോഗതി നിരീക്ഷിക്കുകയും ഫീൽഡിൽ നിലവിലുള്ള വികസനങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. പതിവ് ഫീൽഡ് സന്ദർശനങ്ങളുടെ ഭാഗമായാണ് മന്ത്രി സൈറ്റ് വിസിറ്റ് നടത്തിയത്. 4ാം റിംഗ് റോഡ് രാജ്യത്തെ റോഡ് നെറ്റ്വർക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള സ്ട്രാറ്റജിക് പ്രൊജക്റ്റാണെന്ന് മന്ത്രി പറഞ്ഞു. ട്രാഫിക് ഒഴുക്ക് എളുപ്പമാക്കാനും റോഡ് കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഈ പ്രൊജക്ട് സഹായിക്കും. എല്ലാ പ്രൊജക്ടുകളും ഉയർന്ന ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുകൾ അനുസരിച്ച് കാര്യക്ഷമമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഫീൽഡ് സന്ദർശനങ്ങൾ തുടരുമെന്ന് ഡോക്ടർ അൽ മഷ്ആൻ പറഞ്ഞു. സൂപ്പർവൈസിംഗ് എഞ്ചിനീയറിംഗ് ടീം പ്രൊജക്ടിലെ സാങ്കേതിക വെല്ലുവിളികളും പ്രതിപാദ്യ പരിഹാരങ്ങളും മന്ത്രിയോട് വിവരിച്ചു. പ്രൊജക്ട് ഷെഡ്യൂളും ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുള്ള പണികൾ തുടരുന്നതായും ഉയർന്ന ഗുണനിലവാരവും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ. കുവൈറ്റിലെ പ്രമുഖ ജീവകാരുണ്യ കൂട്ടായ്മയായ സ്വാന്തനം കുവൈറ്റിന്റെ സിൽവർ ജൂബിലി ബ്രൗഷർ പ്രകാശനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളിൽ നടന്ന കേരള പ്രസ് ക്ലബ് മാധ്യമ സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു പ്രകാശനം. മാധ്യമ സമ്മേളനത്തിലെ മുഖ്യ അതിഥികളായെത്തിയ മനോരമ ടിവിയുടെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസും മാതൃഭൂമി ടിവി സീനിയർ ജേർണലിസ്റ്റ് മാധു സജിയും ചേർന്നാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. 25 നിർധന രോഗികൾക്ക് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 1 ലക്ഷം രൂപ വീതം, 25 കുട്ടികളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് 50,000 രൂപ വീതം, 25 നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് 50,000 രൂപ വീതം എന്നിങ്ങനെ 50 ലക്ഷം രൂപയുടെ സഹായ പദ്ധതികളാണ് സിൽവർ ജൂബിലി വർഷത്തിൽ പ്രത്യേക സാമൂഹ്യ സഹായ പദ്ധതികളായി സാന്ത്വനം കുവൈറ്റ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായി മാനവികതയും അനുകമ്പയും മുൻനിർത്തിയുള്ള സാന്ത്വനം കുവൈറ്റിന്റെ മനുഷ്യസേവന ദൌത്യങ്ങൾക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകിപ്പോയിരുന്ന എല്ലാ മനുഷ്യസ്നേഹികളോടും തുടർന്നും കൂടെ നിൽക്കണമെന്ന് സാന്ത്വനം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ. സെയിന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ജൂബിലി വേദ മഹാവിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു.
പ്രാരംഭ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ സൺഡേ സ്കൂൾ ഹെഡ് ബോയ് ഏബൽ കോശി ബിൻസു, ഹെഡ് ഗേൾ കരോളിൻ സാറ സിസിൽ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹാ ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ ഭദ്രദീപം തെളിയിച്ച് വേദപഠന ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. OVBS സൂപ്രണ്ട് ഷീജ മറിയം തോമസ് സ്വാഗതവും സൺഡേ സ്കൂൾ സെക്രട്ടറി സജി ഷാജി നന്ദിയും പറഞ്ഞു. ഇടവക സഹവികാരി ഫാദർ മാത്യു തോമസ്, OVBS ഡയറക്ടർ ഫാദർ സിബി മാത്യു വർഗീസ്, ഭദ്രാസന കൌൺസിൽ അംഗവും ഇടവക ട്രസ്റ്റിയുമായ ദീപക് അലക്സ് പണിക്കർ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം തോമസ് കുരുവിള, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ഷിബു അലക്സ്, OVBS ഡെപ്യൂട്ടി സൂപ്രണ്ട് സാം ഇട്ടൂപ്പ് എന്നിവർ പ്രസംഗിച്ചു. OVBS 2025 സോങ് ബുക്കിന്റെ പ്രകാശനം ഗ്ലോബൽ സൺഡേ സ്കൂൾ കോർഡിനേറ്ററും വെബ്സൈറ്റ് മാനേജറുമായ ഷെറി ജേക്കബ് കുരിൽ നിന്നും ഏറ്റുവാങ്ങി ഇടവക സെക്രട്ടറി ജേക്കബ് ഡ്രോയിക്ക് നൽകിക്കൊണ്ട് ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ നിർവഹിച്ചു. നടപ്പിൽ നിർമ്മലരായിരിപ്പിൻ എന്ന ചിന്താവിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ 550ഓളം കുട്ടികളെയും 110 അധ്യാപകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് NECK അങ്കണത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്ലാസുകൾ ജൂൺ 13 സമാപിക്കും. അന്നേ ദിവസം കുട്ടികളുടെ വർണ്ണശബളമായ റാലിയും കലാപരിപാടികളും പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡീഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.